ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളം മെച്ചപ്പെട്ട ധനസ്ഥിതിയിലെത്തിയെന്ന പ്രതീക്ഷ പകരുന്ന 2025-26 സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം അതിവേഗ വളർച്ചയുടെ പാതയിലെന്ന് ധനമന്ത്രി. വയനാട് പുനരധിവാസത്തിന് 750 കോടി രൂപ വകയിരുത്തി ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബത്ത. ശമ്പള പരിഷ്കരണ കുടിശ്ശികയും അനുവദിക്കും. നഗരവികസനത്തിന് ബജറ്റിൽ മുൻഗണന. ലൈഫ് പദ്ധതിയിലൂടെ വരും വർഷം 1 ലക്ഷം വീടുകൾ. കൊല്ലത്തും കൊട്ടാരക്കരയിലും പുതിയ IT പാർക്കുകൾ. കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമാക്കി മാറ്റുമെന്നും ധനമന്ത്രി. റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ. കോടതി ഫീസുകളും ഭൂനികുതിയും വർദ്ധിപ്പിച്ചു. വൈദ്യുത വാഹനങ്ങളുടെ നികുതിയിലും വർധന. ബജറ്റ് നവകേരള നിർമ്മാണത്തിന് കുതിപ്പേകുമെന്ന് മുഖ്യമന്ത്രി. ധനസ്ഥിതി മെച്ചപ്പെട്ടെന്ന വാദം കാപട്യമെന്ന് കോൺഗ്രസ്. ജനങ്ങളെ നിരാശയിലാക്കുന്ന ബജറ്റെന്ന് BJP. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പോലീസ് അന്വേഷണം നിർത്തിവെക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. വാർത്തകൾ വിശദമായി. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിച്ച് സംസ്ഥാനം മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് എത്തിയെന്ന ശുഭാപ്തി വിശ്വാസം പകർന്ന് 2025-26 സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ജനക്ഷേമത്തിനും വരുമാന വർധനയ്ക്കുമുള്ള മാർഗങ്ങൾ ഉൾപ്പെടുത്തി പ്രായോഗികതയിലൂന്നിയുള്ളതാണ് സംസ്ഥാന ബജറ്റ്. കേരളം അതിവേഗ വളർച്ചയുടെ പാതയിലാണെന്ന് പറഞ്ഞ ധനമന്ത്രി സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക് ഇനിയും മെച്ചപ്പെടുമെന്ന ആത്മവിശ്വാസവും പങ്കുവച്ചു. കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം തോന്നുന്ന ഒരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. ധനഞെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു. കേരള സമ്പദ്ഘടന അതിവേഗ വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് മുന്നേറാൻ സജ്ജമായിരിക്കുകയാണ്. വയനാട് പുനരധിവാസം, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആനുകൂല്യ വിതരണം, അടിസ്ഥാന സൌകര്യ പദ്ധതികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. വയനാട് പുനരധിവാസത്തിനായി ബജറ്റിൽ 750 കോടി രൂപ വകയിരുത്തി. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. പുനരധിവാസത്തിന് 2221 കോടി രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നും നീതിപൂർവമായ സഹായം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നതായും ധനമന്ത്രി പറഞ്ഞു. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ PF-ൽ ലയിപ്പിക്കും. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡു ഈ മാസം തന്നെ നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചു. ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു ക്ഷാമബത്ത കൂടി ഏപ്രിൽ മാസത്തിൽ അനുവദിക്കും. 2 ഗഡു DA കുടിശ്ശികയുടെ ലോക്കിംഗ് കാലാവധി ഒഴിവാക്കും. ദിവസവേതനക്കാരുടെയും കരാർ ജീവനക്കാരുടെയും വേതനം 5% വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. സംസ്ഥാന ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പാ പദ്ധതി ശക്തിപ്പെടുത്തും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയ്ക്ക് 2% പലിശ ഇളവ് നൽകും. ഈ വർഷം ഇതിനായിട്ട് 50 കോടി രൂപ മാറ്റിവെക്കുന്നു. സംസ്ഥാനത്തെ ദിവസ വേതന കരാറുകാരുടെ വേതനം 5% വർദ്ധിപ്പിക്കുന്നു. 1 ലക്ഷത്തിലധികം ആളുകൾക്ക് ഗുണം കിട്ടുന്നതാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു ക്ഷാമാശ്വാസം 2025 ഏപ്രിൽ മാസം നൽകും. കേന്ദ്ര സർക്കാരിന്റെ UPS മാതൃകയും ഇതര സംസ്ഥാനങ്ങളുടെ മാതൃകകളും പരിശോധിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കായി അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും ധനമന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാനം അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന സാഹചര്യം പരിഗണിച്ച് പശ്ചാത്തല വികസനത്തിന് സർക്കാർ വളരെയേറെ പ്രാധാന്യം നൽകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം മെട്രോയുടെ പ്രാരംഭ നടപടികൾ ഈ വർഷം തന്നെ ആരംഭിക്കും. കൊച്ചി മെട്രോയുടെ വികസനം ഉറപ്പുവരുത്തുന്നതിനൊപ്പം കോഴിക്കോട് മെട്രോയും യാഥാർത്ഥ്യമാക്കും. കൊച്ചിയും കോഴിക്കോടും തിരുവനന്തപുരവും കേന്ദ്രീകരിച്ച് നഗരവികസനത്തിനായി മെട്രോപൊളിറ്റൻ കമ്മിറ്റി രൂപീകരിക്കും. വിഴിഞ്ഞം പദ്ധതിയുടെ 2, 3, 4 ഘട്ടങ്ങൾ 2028 ഡിസംബറോടെ പൂർത്തിയാക്കും. തെക്കൻ കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുന്നതിന് കേന്ദ്ര സഹായം തേടും. പൊതുമരാമത്ത്, റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്കായി 3061 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ത്രികോണ വികസന പദ്ധതിക്കായി 1000 കോടി രൂപയും നീക്കിവച്ചു. സംസ്ഥാനത്ത് 6 വരി ദേശീയപാതയുടെ നിർമ്മാണം ഈ വർഷം പൂർത്തിയാക്കും. സംസ്ഥാന പാതകളുടെ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കുമെന്നും തീരദേശ പാതയുടെയും മലയോര പാതയുടെയും നിർമ്മാണ പുരോഗതി തുടർച്ചയായി വിലയിരുത്തുമെന്നും ധനമന്ത്രി അറിയിച്ചു. IT മേഖലയ്ക്ക് വളരെയേറെ പ്രാധാന്യമാണ് ബജറ്റിൽ നൽകിയിരിക്കുന്നത്. കൊല്ലത്തും കൊട്ടാരക്കരയിലും പുതിയതായി IT പാർക്കുകൾ ആരംഭിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. കണ്ണൂർ IT പാർക്കിന് സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ ഭരണാനുമതി നൽകിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് പുതിയ IT നയം അന്തിമഘട്ടത്തിലാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി. 517 കോടി രൂപയാണ് IT മേഖലയ്ക്കായി ബജറ്റിൽ നീക്കിവച്ചത്. തനത് നികുതി വർധനയുടെ ഫലമായാണ് കേരളത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടതെന്നും ധനമന്ത്രി പറഞ്ഞു. ധനക്കമ്മി
2.9%, റവന്യൂ കമ്മി 1.58% കുറയ്ക്കാൻ സാധിച്ചു. പൊതുകടം കുറയ്ക്കാനും തനത് വരുമാനം വർദ്ധിപ്പിക്കാനും സർക്കാരിന് സാധിച്ചു. സംസ്ഥാനത്തിന്റെ ധനഞെരുക്കത്തിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനയാണെന്നും ശ്രീ KN ബാലഗോപാൽ പറഞ്ഞു. 1,52,351 കോടി രൂപയുടെ റവന്യൂ വരുമാനവും 1,79,476 കോടിയുടെ ചെലവുമാണ് സംസ്ഥാനത്ത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ കണക്കാക്കുന്നത്. സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചതും ഭൂനികുതിയിലെ പരിഷ്കരണവും ഇതിൽ ഉൾപ്പെടുന്നു. വിശദാംശങ്ങളിലേക്ക്. ഭൂനികുതി സ്ലാബുകളിലെ നിരക്കുകൾ 50% വർദ്ധിപ്പിച്ചതായി ധനമന്ത്രി പറഞ്ഞു. 100 കോടിയുടെ അധിക വരുമാനമാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ ഭൂമിയുടെ പാട്ടത്തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോടതി ഫീസുകൾ പരിഷ്കരിക്കും. ഇതിലൂടെ 150 കോടി രൂപയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിപ്പിച്ചതിലൂടെ 55 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നതായും ധനമന്ത്രി പറഞ്ഞു. വൈദ്യുത വാഹനങ്ങളുടെ നികുതിയും വർദ്ധിപ്പിച്ചു. 20 ലക്ഷത്തിലധികം വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 10%വും 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള വാഹനങ്ങൾക്ക് വിലയുടെ 8%വുമായിരിക്കും നികുതി. സ്റ്റേജ് ക്യാരിയേജ് ബസ്സുകളുടെ ത്രൈമാസ നികുതി 10% കുറയും. കോൺട്രാക്ട് ക്യാരിയേജ് വാഹനങ്ങളുടെ നികുതി ഘടന ഏകീകരിക്കുന്നതിലൂടെ 15 കോടി രൂപയുടെ അധിക വരുമാനവും സർക്കാർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമാക്കി മാറ്റാൻ പഠനങ്ങൾ നടത്തുമെന്നും ധനമന്ത്രി അറിയിച്ചു. 87,436 കോടി രൂപയുടെ 1,147 പദ്ധതികൾക്കാണ് കിഫ്ബിയിലൂടെ ഇതുവരെ അംഗീകാരം നൽകിയിരിക്കുന്നത്. ലൈഫ് പദ്ധതിയിലൂടെ 1 ലക്ഷം വീടുകൾ അടുത്ത സാമ്പത്തിക വർഷത്തിൽ പൂർത്തിയാക്കും. ഭവന നിർമ്മാണ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി സഹകരണ ഭവന പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം 15,980 കോടി രൂപയായും ബജറ്റിൽ വർദ്ധിപ്പിച്ചു. 2025-26 വർഷത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് 10,431 കോടി രൂപ നീക്കിവച്ചതായി ധനമന്ത്രി അറിയിച്ചു. കാരുണ്യ പദ്ധതിക്കായി ആദ്യഘട്ടത്തിൽ 700 കോടി രൂപ നീക്കിവച്ചു. വയോജന പരിപാലനത്തിനായി 50 കോടി രൂപയും വകയിരുത്തി. മുതിർന്ന പൌരന്മാർക്ക് ഓപ്പൺ എയർ വ്യായാമ കേന്ദ്രങ്ങൾ ഒരുക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. പ്രവാസികളും നാടുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ഒട്ടേറെ മലയാളികൾ വിദേശത്ത് മെച്ചപ്പെട്ടതല്ലാത്ത സാഹചര്യത്തിൽ പണിയെടുക്കുന്നതായും എല്ലാത്തരം പ്രവാസങ്ങളെയും കണ്ണുമടച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം തിരുത്തണമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ടൂറിസം അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഹോം പദ്ധതി ആവിഷ്കരിക്കും. സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ പരിപാലിച്ച് വിനോദസഞ്ചാരികൾക്ക് മിതമായ നിരക്കിൽ താമസ സൌകര്യമൊരുക്കുന്ന പദ്ധതിക്കായി 5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കൃഷിക്കും അനുബന്ധ മേഖലകൾക്കും ബജറ്റിൽ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി 227.40 കോടി രൂപയാണ് വകയിരുത്തിയത്. ഒരു റിപ്പോർട്ട്. നെല്ല് വികസനത്തിന് 150 കോടി രൂപയും ക്ഷീരവികസനത്തിന് 120 കോടി രൂപയും മത്സ്യമേഖലയ്ക്ക് 295 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ശുചിത്വ കേരളത്തിന് 30 കോടി രൂപയും കുടുംബശ്രീക്ക് 270 കോടി രൂപയും അനുവദിച്ചു. KSEBിക്ക് 1088 കോടിയും ഗതാഗത മേഖലയ്ക്ക് 2065 കോടിയും വകയിരുത്തി. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന് 1000 കോടി രൂപയും പട്ടികവർഗ വികസന പദ്ധതികൾക്കായി 1020 കോടി രൂപയുമാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. തീരദേശ മേഖലയുടെ സമഗ്ര വികസനത്തിനായി 100 കോടി രൂപയും ഗ്രാമവികസന മേഖലയ്ക്ക് 7,099 കോടി രൂപയുമാണ് നീക്കിവച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 10.5 കോടി തൊഴിൽ ദിനങ്ങൾ വരും വർഷം സൃഷ്ടിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വനം വന്യജീവി സംരക്ഷണത്തിന് 305.61 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. RRT സംഘത്തിന്റെ എണ്ണം 28 വർദ്ധിപ്പിച്ചു. വന്യജീവി ആക്രമണം തടയാൻ 50 കോടി രൂപയുടെ പദ്ധതി ആരംഭിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്കായി പ്രതിമാസം 10,000 രൂപയുടെ CM റിസർച്ചേഴ്സ് സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകെ 2,391 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. സ്കൂൾ യൂണിഫോം പദ്ധതിക്ക് 150 കോടി രൂപയും ഉച്ചഭക്ഷണ പദ്ധതിക്ക് 402 കോടിയും അനുവദിച്ചു. ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ വികസനത്തിനായി 1,033 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. തിരൂർ തുഞ്ചൻ പറമ്പിൽ MD സ്മാരകത്തിന്റെ ആദ്യഘട്ടത്തിന് 5 കോടി രൂപ പ്രഖ്യാപിച്ചു. വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിനായി 5 കോടി രൂപയും കൊച്ചി മുസിരിസ് ബിനാലയുടെ 2025-26 എഡിഷനായി 7 കോടി രൂപയും വകയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
നവകേരള നിർമ്മാണത്തിന് കുതിപ്പ് നൽകാൻ കഴിയുന്നതാണ് സംസ്ഥാന ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബദൽ വിഭവ സമാഹരണത്തിന്റെ വഴികൾ കണ്ടെത്തി കേരളം അതിജീവിക്കും എന്നതിന്റെ തെളിവ് രേഖ കൂടിയാണ് ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടതായുള്ള ധനമന്ത്രിയുടെ പ്രസ്താവന കാപട്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. ഭൂനികുതിയിൽ ഭീകര കൊള്ളയാണെന്നും കടബാധ്യത തീർക്കാനുള്ള വിഹിതം പോലും ബജറ്റിലില്ലെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ധനസ്ഥിതിയെക്കുറിച്ചുള്ള യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബജറ്റ്. ബജറ്റിന്റെ ആദ്യത്തെ വാചകങ്ങൾ തന്നെ കാപട്യമല്ലേ. കിഫ്ബി എന്നുള്ളൊരു വെള്ളാനെ വേറെ പോറ്റുമാണ് സർക്കാർ. കിഫ്ബി ബാധ്യതയാകും എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന പരിസമാപ്തിയാണ് അതിനുണ്ടായിരിക്കുന്നത്, ആ സ്ഥാപനത്തിനുണ്ടായിരിക്കുന്നത്. ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കൂട്ടിയത് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പ്രതികരിച്ചു. ജനങ്ങളെ നിരാശയിലാക്കുന്നതാണ് സംസ്ഥാന ബജറ്റെന്നും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്ന ഒരു നിർദ്ദേശവും ബജറ്റിൽ ഇല്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതികരിച്ചു. കേന്ദ്രവിഹിതം കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്നതാണ് സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാകുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരനും വിമർശിച്ചു. സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും വളർച്ച മെച്ചപ്പെട്ടതായി വ്യക്തമാക്കുന്ന 2024 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി ബജറ്റിന് മുന്നോടിയായി നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. സംസ്ഥാനം സ്വീകരിച്ച നയപരമായ സമീപനങ്ങൾക്ക് ഇതിൽ സുപ്രധാന പങ്കുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ മുൻകൂട്ടി സമർപ്പിക്കാത്തതിൽ പ്രതിപക്ഷം ക്രമപ്രശ്നം ഉന്നയിച്ചു. പ്രതിപക്ഷത്തിന്റെ ആവശ്യം ന്യായമാണെന്നും റിപ്പോർട്ട് മുൻകൂറായി നൽകാൻ ഭാവിയിൽ ക്രമീകരണം ഒരുക്കണമെന്നും സ്പീക്കർ AN ഷംസീർ ധനവകുപ്പിന് നിർദ്ദേശം നൽകി. സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 7:35 കേൾക്കാം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെയുള്ള മൊഴികളിന്മേൽ പോലീസ് അന്വേഷണം നിർത്തിവെക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. സാക്ഷികളും അതിജീവതകളും നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിലും മൊഴി നൽകിയ 2 നടിമാരും സമർപ്പിച്ച ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതി ഉത്തരവ്. കൊച്ചി വിമാനത്താവളത്തിന്റെ ആഭ്യന്തര ടെർമിനലിന് സമീപം മാലിന്യക്കുഴിയിൽ വീണ് രാജസ്ഥാൻ സ്വദേശിയായ 3 വയസ്സുള്ള കുട്ടി മരിച്ചു. കുട്ടിയെ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്തെ മാലിന്യക്കുഴിയിൽ കുട്ടി വീണതായി കണ്ടെത്തുകയായിരുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഈ മാസം 5-നാണ് ഡൽഹിയിലെ 70 അംഗ നിയമസഭയിലേക്ക് വോട്ടെടുപ്പ് നടന്നത്. റിപ്പോ നിരക്ക് 6.5% നിന്ന് 6.25% കുറച്ച് റിസർവ് ബാങ്ക്. 5 വർഷത്തിനിടെ ആദ്യമായാണ് അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ RBI കുറവ് വരുത്തുന്നത്. വായ്പാ പലിശ നിരക്കുകൾ ഇതുമൂലം കുറയും. കേന്ദ്ര ബജറ്റിന്മേലുള്ള പൊതുചർച്ച ലോക്സഭയിൽ ഇന്ന് നടന്നു. നിരവധി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. സ്വകാര്യ ബില്ലുകളാണ് രാജ്യസഭ ഇന്ന് പരിഗണിച്ചത്. 130ാമത് മാരാമൺ കൺവെൻഷന് മറ്റന്നാൾ തുടക്കമാകും. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. പമ്പ നദീതീരത്ത് ഈ മാസം 16 വരെയാണ് കൺവെൻഷൻ. തീർത്ഥാടകരുടെ സൌകര്യാർത്ഥം KSRTC പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. കന്യാകുമാരി പുനലൂർ കന്യാകുമാരി ട്രെയിന് പരവൂരിൽ നാളെ മുതൽ സ്റ്റോപ്പ് അനുവദിക്കും. പരവൂരിലെത്തുന്ന ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. 38ാമത് ദേശീയ ഗെയിംസ് പുരുഷ ഫുട്ബോൾ ഫൈനലിൽ കേരളം ഉത്തരാഖണ്ഡിനെ നേരിടുന്നു. ഹൽദ്വാനിയിലെ ഇന്ദിരാഗാന്ധി സ്പോർട്സ് കോംപ്ലക്സിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം മെച്ചപ്പെട്ട ധനസ്ഥിതിയിലെത്തിയെന്ന പ്രതീക്ഷ പകരുന്ന 2025-26 സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം അതിവേഗ വളർച്ചയുടെ പാതയിലെന്ന് ധനമന്ത്രി. വയനാട് പുനരധിവാസത്തിന് 750 കോടി രൂപ വകയിരുത്തി ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികയും അനുവദിക്കും. നഗരവികസനത്തിന് ബജറ്റിൽ മുൻഗണന. ലൈഫ് പദ്ധതിയിലൂടെ വരും വർഷം 1 ലക്ഷം വീടുകൾ. കൊല്ലത്തും കൊട്ടാരക്കരയിലും പുതിയ IT പാർക്കുകൾ. കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമാക്കി മാറ്റുമെന്നും ധനമന്ത്രി. റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ. കോടതി ഫീസും ഭൂനികുതിയും വർദ്ധിപ്പിച്ചു. വൈദ്യുത വാഹനങ്ങളുടെ നികുതിയിലും വർധന. ബജറ്റ് നവകേരള നിർമ്മാണത്തിന് കുതിപ്പേകുമെന്ന് മുഖ്യമന്ത്രി. ധനസ്ഥിതി മെച്ചപ്പെട്ടെന്ന വാദം കാപട്യമെന്ന് കോൺഗ്രസ്. ജനങ്ങളെ നിരാശയിലാക്കുന്ന ബജറ്റെന്ന് BJP. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പോലീസ് അന്വേഷണം നിർത്തിവെക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.